ഹലോ ഗൈസ്, പുതിയവിടേക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. സോ ഇനി പോണ വഴിയുള്ള പരിപാടികളും അവിടെ എത്തിയിട്ടുള്ള പരിപാടികളും കാണിച്ചു തരാം. അപ്പം നമ്മൾ നമ്മുടെ അഗ്രി ഫെസ്റ്റ് നടക്കുന്നിടത്തേക്ക് എത്തി. ചാലക്കുടിയിൽ ഇന്നെന്താണെന്നറിയില്ല, ഞാൻ വരുന്നതാണോന്നറിയില്ല. ചാലക്കുടി പാലം ബ്ലോക്ക് ചെയ്ത് വെച്ചതൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതന്നെ ഫ്രീ ആയിട്ട് എത്തിയത്. പക്ഷെ നമ്മൾ 1 മണിക്കൂർ നേരത്തെ എത്തി ഗൈസ് ക്ലാസ്സിനെക്കാട്ടും. കാരണം ഞാൻ ബ്ലോക്കുള്ളത് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ മറ്റേ സൈഡിൽ 2 സൈഡ് കൂടെയാണ് വണ്ടിയൊക്കെ പോകണമെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ ബ്ലോക്കിൽ വിട്ട് ലേറ്റ് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങി. പക്ഷെ ഇന്നാണെങ്കിൽ അത് ഫുള്ള് തുറന്നിട്ടേക്കായിരുന്നു. പക്ഷെ എനിക്ക് സംശയം തോന്നുന്നു, കാരണം എല്ലായിടത്തും നിറയെ പോലീസായാലും പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഏതോ മന്ത്രിയോ അതോ CM ആണോ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പണിയൊക്കെ മാറ്റി വെച്ച് ഫുള്ള് തുറന്നിട്ടേക്കുന്നത്. സോ എന്തായാലും നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്താകും എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും അഗ്രി ഫെസ്റ്റിൻ്റെ അവിടെ ഉള്ളിൽ കയറി പരിപാടികളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഗ്രി ഫെസ്റ്റ് 2026 എൻട്രൻസിൻ്റെ അവിടുത്തെ നമ്മുടെ സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതേ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കുറേ സ്റ്റോളുകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി ഒരു KUവിൻ്റെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിൽ നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് നമ്മൾ വന്നിരിക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ KUവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ അഗ്രി സ്റ്റേഷൻ്റെ മുകളിലുള്ള സെമിനാർ ഹാളിലാണ് നമുക്ക് പരിപാടി ഉള്ളത്. സോ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ഉള്ളിലെത്തി കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെ നമുക്ക് വലിയൊരു പോസ്റ്ററും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇതേ നമുക്ക് ഇതെന്തായിരുന്നു സ്മാർട്ട് മൈക്രോ ഇറിഗേഷൻ്റെ ഒരു നോട്ടീസ്, പിന്നെ സോറി ഗൈസ്, കാറ്റടിച്ചുകൊണ്ട് പറന്നു വന്നുകൊണ്ട് പിടിച്ചു നിർത്തിയതാണ്. സോ ജാതി തോട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്നത്, പിന്നെ കർഷകർക്ക് ഭീഷണിയായിട്ടുള്ള പൈറോറിയ, പിന്നെ നമുക്കൊരു അഗ്രി ഫെസ്റ്റിൻ്റെ ഒരു നോട്ട്ബുക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, പിന്നെ പാനും. പിന്നെ അതിന് ശേഷം എന്നതേ ഫ്രണ്ടിൽ സ്റ്റേജിലേക്ക് പിടിച്ചിരുത്തി ഇവിടെ വന്നിട്ടുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇത്ര കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനുശേഷം ആദ്യം ഹൈഡ്രോപോണിക്സ്, ഹൈടെക് കൾട്ടിവേഷനൊക്കെ കുറിച്ചൊരു ഐഡിയ കൊടുക്കാനായിട്ടൊരു പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടറേറ്റ് PhD ഒക്കെ ഉള്ളൊരു മേളാണ് എടുക്കുന്നത്. ആളിപ്പോൾ റിട്ടയർഡാണ്. ഫാം മാനേജർ ശ്രീ അലൻ ആന്റണിയാണ്. അദ്ദേഹത്തെ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി വേദിയിലേക്ക് സവിനയം ക്ഷണിക്കുന്നു. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇൻട്രോ കേട്ടല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി എൻ്റെ PPTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ക്ലാസ്സിൻ്റെ ചെറിയ സെഷൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് എക്സോസ്റ്റ് ഫാനും ഇപ്പുറത്ത് പാഡും ആണെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ ചൂടിനെ പുറത്തേക്ക് തള്ളാനായിട്ടാണ് നമ്മൾ എക്സോസ്റ്റ് ഫാൻ യൂസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജനക്കൂട്ടം കൂടി തുടങ്ങി. അങ്ങനെ നിറച്ച് എല്ലാ സീറ്റുകളിലും ആളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാവർക്കും ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ടും പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളെ ഹൈഡ്രോപോണിക്സ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സൊക്കെയാണ് നമ്മുടെ ഫാമിലി യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ചെറിയൊരു സ്ഥലത്ത് പോലും കുറേ പ്ലാൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്ലാസ് എടുത്ത അലൻ ആന്റണിക്ക് KR ചാലക്കുടിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. ശ്രീ അലൻ ആന്റണിക്ക് സ്നേഹോപഹാരം നൽകി ആദരിക്കുകയാണ്. ആദരവ് നൽകുന്നതിനായി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ മേധാവി ഡോക്ടർ മിനി എബ്രഹാമിനെയും ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീ അലൻ ആന്റണിയെയും സദയം ക്ഷണിക്കുന്നു. ഗൈസ്, അപ്പോൾ നമുക്കങ്ങനെ അവാർഡൊക്കെ തരുന്നുണ്ട് ഗൈസ്. നമ്മൾ സ്പീക്കറായി വന്നതിൻ്റെ ഭാഗമായിട്ട് ARS ചാലക്കുടിയുടെ ഹെഡ് ആയിട്ടുള്ള മിനി മാമിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് അവാർഡ് ലഭിച്ചത്. സോ ഇത് കുറച്ച് കാലങ്ങൾ മുമ്പ് ഞാൻ ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. ഇപ്പോഴാണ് നമുക്കത് സാധിച്ചെടുക്കാൻ സാധിച്ചത് ഗൈസ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഇവിടെ നിറച്ച് ഫുഡ് കടയുണ്ട്. പക്ഷെ നമുക്ക് വീട്ടിൽ ഫുഡുള്ളതിന് നമ്മൾ വീട്ടിൽ പോവുകയാണ് ഗൈസ്. ബാക്കി എന്തെങ്കിലും സ്റ്റോളുണ്ടെങ്കിൽ കാണിച്ചാൽ ഇവിടെ കുറേ സ്റ്റോളുകളുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ളതായിരുന്നു അതിരപ്പള്ളിയിലുള്ളത്. പിന്നെ ഇത് ഇവിടെയാണെങ്കിൽ നമുക്ക് കരിമ്പൻ ജ്യൂസും പിന്നെ മഞ്ഞളുടെ ഇഞ്ചിൻ്റെയും വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ അതൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ ഭിന്നശേഷിക്കാർ ഉണ്ടാക്കുന്ന നാച്ചുറൽ സോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് വിൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ചങ്ങലമരണ്ട ചമ്മന്തി പൊടിയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള സാഫ്രോൺ കൃഷിയെ കുറിച്ചുള്ളൊരു ഐഡിയ തരാനായിട്ടുള്ളൊരു സ്റ്റോളും പിന്നെ വേറെ കുറേ സ്റ്റോളുകൾ, പിന്നെ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ളൊരു സ്റ്റോള്, പിന്നെ ഇത് ഇവിടെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, ഇന്നതേ നമ്മുടെ ചാലക്കുടി പാലത്തിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. പണി കഴിഞ്ഞതിൻ്റെ ഭാഗമായാണോ
അതോ ഇന്ന് ഞായറാഴ്ച തിരക്ക് കൂടുതലുള്ളതിൻ്റെ ആണോ അതോ ഇനി ഏതോ മിനിസ്റ്ററോ CM ആരോ വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല. കാരണം എല്ലായിടത്തും പോലീസും ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. സോ എന്താ അവസ്ഥ എന്നറിയില്ല. ഇന്നെന്തായാലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഭാഗ്യമുണ്ടായി ഗൈസ്. ഇതേ കണ്ടോ അവിടെ പോലീസ് നിൽക്കണുണ്ടോ? ഇതുപോലെ കുറേ സ്ഥലത്ത് പോലീസ് നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ്സും പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ എത്രയോ നമ്മുടെ ഇന്നത്തെ ഇവിടെ 4 അടിപ്പിൽ വ്ലോഗായിരുന്നു. എല്ലാവർക്കും